അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു. അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു. ഈ ഒളിഞ്ഞു നോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു. എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത് എന്നൊക്കെ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ AI മീം വീഡിയോസ് കാണാറില്ലേ? അതിൽ നിന്നുള്ള ഒരു ഭാഗമല്ല ഇത്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വളരെ റിയലായ അഭിമുഖമാണ്. അഭിമുഖത്തിലെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ അതിഥിയുടെ പറച്ചിലും അവതാരകയുടെ തുടർന്നുള്ള ചോദ്യങ്ങളും എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാകും. അതിഥി ആദ്യം അല്പം ചളിപ്പോടെയാണ് ഒളിഞ്ഞുനോട്ടത്തെയും വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നതിനെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പിന്നീട് അവതാരക അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ലൈവ് ടെലികാസ്റ്റ് അല്ല. നേരത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി ഇറക്കുന്നതാണ്. വൈറൽ കണ്ടന്റ് ലഭിക്കാൻ ചുരണ്ടി ചോദിക്കുന്നതിനിടയിൽ ആ പറയുന്നതിലെ അപകടവും അപാകതയും മനസ്സിലാകാതെയൊക്കെ പോയേക്കാം. എന്നാലും പിന്നീട് എഡിറ്റ് ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും ഒന്നും ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അറിയില്ല അതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാനാകുമെന്ന്. ഈ ഒരു അഭിമുഖം എന്തെല്ലാം ഗുരുതര പ്രശ്നങ്ങളെയാണ് നോർമലൈസ് ചെയ്യുന്നത് എന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകുമോ? കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുക എന്ന വൃത്തികെട്ട സ്വഭാവത്തെ, നിയമപരമായി കുറ്റകരമായ ഒരു പ്രവൃത്തിയെ ഒരു തമാശയായും കൗതുകമായും അവർ അവതരിപ്പിക്കുകയാണ്. ഈ ഒളിഞ്ഞുനോട്ടം കാരണം സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വവും സ്വകാര്യതയും നഷ്ടപ്പെട്ടവരെ അപമാനിക്കുന്ന പ്രവൃത്തിയാണത്. ഒളിഞ്ഞുനോട്ടം അനുഭവിക്കേണ്ടി വന്ന ആരോടെങ്കിലും ഒരാളോട് ഒരിക്കൽ ചോദിച്ചാൽ അറിയാം അത് ജീവിതകാലം മുഴുവൻ ബാക്കിയാക്കുന്ന ഭയം എന്താണെന്ന്. ഒരിക്കൽ തുറച്ചു നോക്കുന്ന നിലയിൽ കണ്ട കണ്ണുകൾ പിന്നീട് നമ്മൾ ആ വീടും നാടും മാറിയാലും ഒന്നും മാറാതെ പിന്തുടരുന്ന പേടിയായി അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റിലും. അവർക്കുകൂടി ഇടയിലേക്കാണ് ഒളിഞ്ഞുനോട്ടം ക്യൂരിയോസിറ്റിയായി അവതാരക വിളമ്പുന്നത്. സ്റ്റോക്കിങ്ങും കാറ്റ് കോളിങ്ങും മൊളസ്റ്റേഷനും എന്തിന് റേപ്പ് വരെ ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് സമൂഹം വെള്ളപൂശി വെക്കാറുണ്ട്. അതെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങളാണെന്ന് നേരത്തെ തന്നെ നിയമം പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു ബോധത്തിലേക്ക് സമൂഹം സഞ്ചരിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ചിലർ ഞങ്ങൾ നൂറ്റാണ്ട് പിറകിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തിടെ മലയാളത്തിലെ ചില യൂട്യൂബ് ചാനലുകൾ പാപ്പരാസി കൾച്ചറിന്റെ ഏറ്റവും മോശം വശങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. സെലിബ്രിറ്റികളുടെ വൾഗർ ചിത്രങ്ങൾ എടുത്തും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കയ്യേറിയും വൈറൽ കണ്ടന്റുകളും മില്യൺ വ്യൂസും നേടിയെടുക്കുന്ന രീതികൾക്കെതിരെ വലിയ വിമർശനങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല യൂട്യൂബ് ചാനലുകളും ലെവലേശം കുറവില്ലാതെ ആ വൃത്തികേട് തുടരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ വൈറൽ കട്ടിലും നമ്മൾ കാണുന്നത്. ഈ ഇൻ്റർവ്യൂ കട്ട് പുറത്തു വന്നതിന് ശേഷം നടന്നതിൽ ആകെ പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു കാര്യം ഇതിനെതിരെ വന്ന പ്രതികരണങ്ങളാണ്. ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തുകൊണ്ടാണ് പ്രോബ്ലമാറ്റിക് ആകുന്നത് എന്ന് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന് താഴെ തന്നെയും ഒരുപാട് കമൻറ്റുകളുണ്ട്. പല സെലിബ്രിറ്റി അഭിമുഖങ്ങളിലെയും നിലവാര തകർച്ചയെക്കുറിച്ചും സ്വകാര്യത ലംഘിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചുമെല്ലാം നേരത്തെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വൈറൽ വീഡിയോ എല്ലാ അതിരുകളും കടന്നിട്ടുണ്ടെന്ന് വ്യക്തതയോടെ കാഴ്ചക്കാർ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇത് അത്ര വലിയ സീരിയസ് ഇൻ്റർവ്യൂ അല്ലല്ലോ, തമാശയായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. വളരെ ലൈറ്റായ വിഷയങ്ങൾ പറയുന്ന, ജീവിതത്തെക്കുറിച്ച് തമാശ രൂപത്തിൽ തന്നെ സംസാരിക്കുന്ന ഒരു കാഷ്വൽ ചാറ്റ് സ്വഭാവത്തിലുള്ള മറ്റൊരുപാട് അഭിമുഖങ്ങൾ മലയാളത്തിൽ തന്നെയുണ്ട്. എല്ലാ സെൻസും കൈവെടിഞ്ഞുകൊണ്ടല്ല അവയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ കാഷ്വൽ ചാറ്റ് എന്നാൽ എന്തും വിളിച്ചു പറയാനും അതെല്ലാം അതേപടി ജനങ്ങൾക്ക് മുൻപിൽ ഇറക്കാനുമുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെന്ന സാമാന്യ ബോധം ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് ഉണ്ടായേ തീരൂ.